വേനലിന്റെ കാഠിന്യം ചുട്ടുപൊള്ളിക്കുമ്പോഴും തെളിനീരിന്റെ അക്ഷയപാത്രമായി ഒഴുകിയെത്തുന്ന നീരുറവകൾ അത് ഒരു നാടിന്റെ ഭാഗ്യമാണ്. പ്രകൃതിയിൽ നിന്ന് മുളപൊട്ടി ഒഴുകിയെത്തുന്ന ഇത്തരം നീരുറവകളിലൊന്ന് കൊല്ലം പെരിനാട്ടുണ്ട്. കണ്ടുവരാം. ഒരു നാടിൻ്റെ അനുഗ്രഹമാണ് വറ്റാത്ത നീരുറവ എന്നുള്ളത്. നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട്ടിലാണ്. ഇവിടെ വർഷങ്ങളോളമായി ഈ വെള്ളം ഇങ്ങനെ വറ്റാതെ വരുന്നത്. ഇത് കുടിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഞാൻ കുടിച്ചു നോക്കട്ടെ. അടിപൊളി വെള്ളമാണ്. അപ്പോൾ ചോദിച്ചാൽ ഈ വെള്ളം വറ്റാറുണ്ടോ? ഇല്ലില്ല, ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. കുറെ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ കുട്ടിക്കാലം മുതലേ കാണുന്നതാണ്. ഇത്ര നാളായിട്ട് പറ്റിയിട്ടില്ല. നിങ്ങൾ ഈ വെള്ളം പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്? പിന്നെ കൊണ്ടുപോകാറുണ്ട്, തുണി കഴുകാറുണ്ട്, കുളിക്കാറുണ്ട്. ഇവിടെ കുടിക്കാനും നല്ല വെള്ളമാണ്. അപ്പോൾ ഇവിടെ കുറേ പേര് വരാറുണ്ട്. ഇഷ്ടം പോലെ പേര് വരുന്നുണ്ട്. പുറത്തുനിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ കിടക്കുക നിങ്ങളുടെ സ്വകാര്യ അഹങ്കാരം. അതെ അതെ അതെ. ചൂട്, അതായത് ഇപ്പോൾ ഇവിടെ 40 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ നമുക്ക് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും, ചെറിയ വെള്ളം, പക്ഷെ നല്ല തണുപ്പാണ്, നല്ല മധുരമുള്ള വെള്ളമാണ്. ഇത് ഈ കാട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ്. വളരെ മനോഹരമായ, വളരെ മധുരമുള്ള ഈ വെള്ളം ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടല്ലോ? ഞങ്ങൾക്കൊരു ഭാഗ്യം പോലെയാണിത്. ഞങ്ങൾക്ക് എപ്പോഴും വന്ന് ഇവിടെയാണ് എൻജോയ് ചെയ്യാറ്. സത്യം, ഓരോ നാട്ടിൽ വെള്ളമില്ലാത്ത ഈ സമയത്ത് ഇങ്ങനെ വെള്ളം കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. കൊല്ലം പെരിനാട്ടെ നീരുറവയാണ് നമ്മൾ കണ്ടത്. പലയിടങ്ങളിലും ഇതുപോലെയുള്ള ശുദ്ധജല സ്രോതസ്സുകളുണ്ട്. കാട് നമുക്കായി കനിഞ്ഞു വെച്ചിരിക്കുന്നത്, നാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന നീരുറവകൾ, അതൊക്കെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് കേട്ടോ. അത് പരമാവധി ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ അത് സംരക്ഷിക്കാനുള്ള നടപടികളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം.